സ്നേഹിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ജെനീസ് മീഡിയയിലൂടെ ദൈവജനത്തിനെ പ്രഘോഷിക്കുവാൻ അവസരം എനിക്ക് തന്നതിനും ഇത് കേൾക്കുന്ന ആളുകളെയും ജെനീസ് മീഡിയയിലെ സാങ്കേതിക പ്രവർത്തകരെ എല്ലാം ദൈവസംരക്ഷണം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പങ്കുവയ്ക്കുന്ന വചനം കേൾക്കുന്ന ദൈവജനത്തിൻ്റെ ഉള്ളിൽ പരിവർത്തനം സൃഷ്ടിക്കുകയും ദൈവികമായ ജ്ഞാനത്താൽ നിറയ്ക്കുകയും സുവിശേഷം വായിക്കുവാനും പഠിക്കുവാനുമുള്ള ഉപരിയായ ഉത്സാഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാളിതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം നമുക്ക് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ജ്ഞാനികളുടെ സന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ക്രിസ്മസ് സമയത്ത് പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 3 ഈ ജ്ഞാനികളുടെ രൂപം കൊണ്ടുവയ്ക്കും. പക്ഷെ നമ്മൾ പൊതുവായിട്ട് പറയാറുള്ളത് 3 രാജാക്കന്മാർ എന്നാണ് പറയാറ്. 3 രാജാക്കന്മാർ യേശുവിനെ സന്ദർശിച്ചു എന്നാണ് പറയാറ്. പ്രശസ്തമായ ഒരു ക്രിസ്മസ് ഗാനത്തിൽ പോലും യേശുദാസ് പാടിയ പാട്ടിൽ 3 രാജാക്കന്മാർ ക്രിസ്തുവിനെ വന്ന് കണ്ടു എന്നാണ് പറയുന്നത്. പിറവമടുത്ത് ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ പേര് 3 രാജാക്കന്മാരുടെ ദേവാലയം എന്നാണ്. പക്ഷെ ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ജ്ഞാനികളുടെ സന്ദർശനം. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ തിരുത്തേണ്ടത്, ഈ 3 പേരും രാജാക്കന്മാരല്ലായിരുന്നു, അവർ ജ്ഞാനികളായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട്. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിൽ എത്തി. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ സാഹിത്യം പഠന വിഷയമാക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഭാഷ അല്ലെങ്കിൽ സാഹിത്യമെന്ന്. വെൻ, വേർ, വൈ, ഹൗ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഈ വാക്യത്തിൻ്റെ ഘടന തന്നെ അപ്രകാരം തന്നെയാണ് ഇതിന്. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത്, ചരിത്രത്തിൽ ഏത് സമയത്താണ് ഇത് സംഭവിക്കുന്നത്? ഹെറോദോസ് രാജാവിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. എവിടെ സംഭവിക്കുന്നു? വേർ എന്നുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യനും വേർ എന്ന ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് കൊടുത്തത്. യൂദയായിലെ ബെത്ലഹേം. ഇപ്പോൾ ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിലെ യൂദ പ്രവിശ്യയിൽ, ഇസ്രായേലിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, ഗലീലിയ, സമാരിയ, യൂദയ എന്ന് ഇസ്രായേൽ 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ യൂദയ പ്രദേശത്ത് യൂദാ ഗോത്രത്തിൽപ്പെട്ടവരും ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. യൂദാ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളാണ് ഇസ്രായേലിലെ രാജാക്കന്മാരായിട്ട് വരുന്നത്. ഇപ്പോൾ യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചു. യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിൽ എത്തി. പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് പൗരസ്ത്യം എന്ന വാക്കിനർത്ഥം, പൗരസ്ത്യം പാശ്ചാത്യം എന്നൊക്കെ പറയുന്ന സമയത്ത് പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ കിഴക്കുന്നതാണ്. അപ്പോൾ കിഴക്ക് നിന്ന് എത്തി എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് ഏത് ദേശത്ത് നിന്ന് എത്തി എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ബാബിലോണിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു ഇന്നത്തെ ഇറാൻ എന്ന് വിളിക്കപ്പെടുന്ന, മുൻകാലങ്ങളിൽ പേർഷ്യ എന്ന് വിളിച്ചിരുന്ന രാജ്യത്തു നിന്നാണ് ഈ ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ആസ്ട്രോണമി, ചന്ദ്രനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും അധികം മുന്നിൽ നിന്ന രാജ്യമാണ് അന്ന് പേർഷ്യ സാമ്രാജ്യം. ആ കാലഘട്ടങ്ങളിൽ വിദ്യ കേന്ദ്രീകരിച്ചിരുന്നത്, ബൈബിൾ കാലഘട്ടത്തിൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത്, 1 ഉന്നതമായ സാംസ്കാരിക പശ്ചാത്തലമുള്ളത്, 1 ഈജിപ്തിൽ, 2 ബാബിലോണിയയിൽ, 3 ഗ്രീസിൽ, 4 റോമിൽ. ഈ 4 സംസ്കാരങ്ങളേക്കാൾ ഈ കാര്യത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഗോളങ്ങൾ, ഭൂമി അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ച് ഏറ്റവും ഉയർന്ന പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്ത് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന ആളുകളാണ് പേർഷ്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗണത്തിൽപ്പെട്ട 3 പേരാണ് ജെറുസലേമിൽ വന്ന് യേശുവിനെ
കാണുവാനായിട്ട് വന്നത്. ചരിത്ര പണ്ഡിതന്മാർ ഇവരുടെ പേരുകൾ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നില്ലെങ്കിലും. ബെൽത്താസർ, കാസ്പർ, മെൽക്കിയോർ എന്ന 3 പേരുകളാണ് ചരിത്ര പണ്ഡിതന്മാർ ഇവരുടെ പേരുകളായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബെൽത്താസർ, കാസ്പർ, മെൽക്കിയോർ എന്ന 3 പേരുകളാണ് ഇവരുടെ പേരുകളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. 2-ാമത്തെ വാക്യം, അവർ അന്വേഷിച്ചു. ഈ കടന്നു വന്ന ഈ 3 ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹെറോദോസ് രാജാവിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഹെറോദോസ് രാജാവിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഒരു രാജാവ് അവിടെ ഉണ്ട്, രാജഭരണം നിലനിൽക്കുന്നു. ആ സമയത്ത് യഹൂദന്മാരുടെ രാജാവായവനെ ജനിച്ചവനെ അന്വേഷിച്ച് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹെറോദോസിന്റെ ചരിത്രം ഒന്ന് അല്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇസ്രായേലിന്റെ പഴയ ചരിത്രം നോക്കുന്ന സമയത്ത് ഇസ്രായേലിലെ രാജാക്കന്മാരില്ലാതിരുന്ന സമയത്ത് സാവൂളാണ് ആദ്യത്തെ രാജാവാകുന്നത്. സാമുവേൽ പ്രവാചകനാണ് സാവൂളിനെ അഭിഷേകം ചെയ്തത്. എന്നാൽ സാവൂൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താതിരുന്നത് കൊണ്ട് 40 വർഷത്തെ ഭരണത്തിന് ശേഷം സാവൂൾ കൊല്ലപ്പെടുകയും ദാവീദ് രാജാവാകുന്നു. രാജാവ് ആയി തീർന്നതിന് ശേഷം ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ ഉടമ്പടിക്ക് ശേഷം ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുന്നു, രാജ്യത്വം നിന്നിൽ നിന്നും നിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയില്ല. തുടർന്ന് നമ്മൾ കാണുന്നു 17 തലമുറകളായിട്ട് ഹെസക്കിയ രാജാവിൻ്റെ കാലം തൊട്ട് അല്ലെങ്കിൽ അതിനോട് പിന്നേക്ക് വരുന്ന സെദേക്കിയുടെ കാലം വരെ, സെദേക്കിയെ നെബൂഖദ്നേസർ രാജാവ് സിറിയയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നതിന് വരെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ആളുകളാണ് രാജാക്കന്മാരായിട്ട് വന്നിരിക്കുന്നത്. സെദേക്കിയെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ ചുഴന്നെടുത്ത് പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ഒരു കൂട്ടിലടച്ച് കൊണ്ടുപോയതിന് ശേഷം ബാബിലോൺ പ്രവാസത്തിലാണ് ദൈവജനം ഇരിക്കുന്നത്. ആ ദൈവജനം ബാബിലോൺ പ്രവാസത്തിലിരിക്കുന്ന സമയത്ത് ഈ ബാബിലോണിനെ കീഴടക്കി ആദ്യം ഈജിപ്തുകാരെ കീഴടക്കിക്കൊണ്ട് റോമും ജെറുസലേം പിടിക്കുന്നു. ആ ജെറുസലേം പിടിക്കുന്ന സമയത്ത് ജെറുസലേമിൻ്റെ ഗലീലി പ്രദേശം ഭരിക്കുന്നതിനായിട്ട് ഹെറോദോസിൻ്റെ കുടുംബം, ഹസ്മോണിയൻ രാജവംശത്തിൽപ്പെട്ട ആളുകൾ റോമ സാമ്രാജ്യത്തിന് പണം കൊടുക്കുകയും രാജപദവി നേടിയെടുക്കുകയും ചെയ്തത്. ഇവരെ യഹൂദന്മാർ അല്ല. ഹെറോദോസ് രാജാവ് എദോമ്യ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. എദോമ്യനായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ജെറുസലേം ഭരിക്കുന്നത്. ജെറുസലേം ഭരിക്കാനുള്ള ദൈവികമായ നിയോഗം ലഭിച്ചിരിക്കുന്നത് യൂദാഗോത്രത്തിനാണ്, ദാവീദിന്റെ വംശപരമ്പരയ്ക്കാണ്. അപ്പോൾ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നല്ലാത്ത ഒരാൾ 3 തലമുറയായിട്ട് ജെറുസലേമിൽ രാജഭരണം നടത്തുന്നു. ചില ഭാഗങ്ങൾ റോം നേരിട്ട് ഭരിക്കുന്നു, മറ്റു സ്ഥലത്ത് റോമിൻ്റെ അധീശത്വം അംഗീകരിക്കുന്ന ആളുകൾ ഭരിക്കുന്നു. അങ്ങനെ ഭരിക്കുകയാണ് ഹെറോദോസ്. ആ സമയത്താണ് ജ്ഞാനികളായിട്ടുള്ള 3 ആളുകൾ വന്നിട്ട് ഇസ്രായേലിൻ്റെ രാജാവായി ജനിച്ചവനെ കാണുവാൻ വേണ്ടി കടന്നു വരുന്നത്. രണ്ടാമതൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗോളങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഭാവി പ്രവചിക്കുവാനും കാലാവസ്ഥ പ്രവചിക്കാനും പ്രത്യേകമായ സിദ്ധികൾ ലഭിച്ച 3 ആളുകൾ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നും ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്നും മുൻകാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന 3 പ്രതിഭാസത്തെക്കുറിച്ച് ത്രികാല ജ്ഞാനമുള്ള ആളുകളായിരുന്നു. അവർ കടന്നു വന്ന സമയത്ത് അവർ അന്വേഷിക്കുന്നത് വരുന്നതിൻ്റെ കാരണം ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ടുവെന്ന്. പേർഷ്യയിലെ പതിവനുസരിച്ച് അല്ലെങ്കിൽ വനനിരീക്ഷണം നടത്തുന്ന ആളുകൾ പുതിയതായിട്ടൊരു നക്ഷത്രം കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മഹാനായ ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിവുള്ള വ്യക്തി ഭൂമിയിൽ ജനിക്കുന്ന സമയത്താണ്. ദൈവസമക്ഷം ജ്ഞാനിയായ മനുഷ്യൻ ജനിക്കുമ്പോഴാണ് ഒരു പുതിയ നക്ഷത്രമണ്ഡലത്തിൽ ഉദിക്കുന്നത് എന്നാണ് പേർഷ്യയിലെ ആ കാലഘട്ടങ്ങളിലെ വിശ്വാസം. അതുകൊണ്ട് ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്ര അവരവിടെ പേർഷ്യയിൽ നിന്ന് ആരംഭിക്കുകയാണ്.
ആ ആരംഭിച്ച വ്യക്തി ഇവർ പറയുന്നുണ്ട്, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിലൊരു രാജാവുണ്ട്. ആ രാജാവ് യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് എദോമ്യ വംശത്തിൽപ്പെട്ട ആളാണ്. ഒരിക്കലും ഇസ്രായേലിൽ രാജാവാൻ യോഗ്യനല്ല. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം യൂദാ ഗോത്രത്തിൽ നിന്ന് ദാവീദിന്റെ വംശത്തിലാണ് രാജാവ് കടന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെ എന്ന് അന്വേഷിക്കുന്നു. ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. മറ്റൊരു വാക്കുകൂടെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നക്ഷത്രം കാണുന്ന സമയത്ത് ആരാധ്യനായ ഒരു വ്യക്തി, ജനത്തിനെ ആത്മീയ കാര്യങ്ങൾ അറിയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് നിന്ന് പ്രത്യേകമായ ജ്ഞാനവും വിവേകവും ലഭിച്ച ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു പുതിയ നക്ഷത്രം കണ്ടെത്തുന്നു. ആ നക്ഷത്രം കണ്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇവർ തെരഞ്ഞു വരുന്നത്. ആ തെരഞ്ഞു വരുന്ന സമയത്ത് മറ്റൊരു കാര്യമുണ്ട്, അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അവനെ സന്ദർശിക്കുന്നു, അല്ല അവനെ ആദരിക്കുന്നു എന്നല്ല പറയുന്നത്, അവനെ ആരാധിക്കാനാണ് വരുന്നത്. ആരാധിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ രാജാവിനെ അല്ല ആരാധിക്കുക. സാധാരണഗതിയിൽ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ആരാധിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിച്ച ശിശു ദൈവപുത്രനാണെന്ന് പറയാതെ പറയുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായ കാരണം, ഹെറോദോസിന് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. എദോമ്യ വംശജനായ, രാജഭരണത്തിൽ യോഗ്യതയില്ലാതെ പണം കൊടുത്ത് രാജപദവി സമ്പാദിച്ച് 3 തലമുറയായിട്ട് രാജഭരണം കൊണ്ടു നടക്കുന്നു. ഈ ഹെറോദോസ് എന്ന് കേൾക്കുന്ന സമയത്ത് ഇതൊരു വ്യക്തിയാണെന്ന് ആരും ധരിക്കരുത്. ഹെറോദോസ് എന്ന് പറഞ്ഞൊരു പദവിയാണ്. ഇപ്പോൾ മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള രാജാക്കന്മാരെയൊക്കെ മുഗൾ ചക്രവർത്തി എന്നാണ് വിളിക്കുന്നത്. അതുപോലുള്ളൊരു പേരാണ് ഹെറോദോസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പേരുണ്ട്. നമുക്ക് സമയത്തിന് പരിമിതി നിൽക്കാനുള്ളതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. കാരണം തൻ്റെ രാജപദവിയെ വെല്ലുവിളിക്കുന്ന ഒരാൾ ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഹെറോദോസിന് ഉണ്ടാകും. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. രാജാവ് അസ്വസ്ഥനായി ഈ വിവരം കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വാർത്ത മുഴുവൻ ജെറുസലേമിൽ പരക്കുന്നു. അതുകൊണ്ട് ഹെറോദോസിനെ അനുകൂലിച്ച് നിൽക്കുന്ന, ബൈബിൾ വായിക്കുന്ന സമയത്ത് ഹെറോദോസ് പക്ഷക്കാർ എന്നൊരു പദപ്രയോഗം നമുക്ക് കാണാം. ഫരിസയരെ കുറിച്ച് പറയുന്നു, സദുക്കായരെ കുറിച്ച് പറയുന്നു, നിയമജ്ഞരെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഹെറോദോസ് പക്ഷക്കാർ എന്നൊരു പക്ഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെറോദോസിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഈ വാർത്ത കേട്ട് മറ്റൊരു രാജാവ് ജനിക്കുമ്പോഴേ രാജാവായിരിക്കുകയാണ്. സാധാരണ ഇതിൽ രാജാവായി നിൽക്കുന്ന രാജാവിൻ്റെയും രാജ്ഞിയുടെ മകനാണ് രാജാവായിട്ട് ജനിക്കുന്നത്. ഇവിടെ രാജാവിൻ്റെയും രാജ്ഞി ആരാണെന്ന് അറിയുന്നില്ല. എന്നാൽ ജനിച്ച കുഞ്ഞ് രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് ഈ വന്ന ജ്ഞാനികൾ പറയുകയും ചെയ്യും. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമത്തിനെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. ഹെറോദോസിന് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു അറിവുണ്ടായിരുന്നതുകൊണ്ട് അവൻ പ്രധാന പുരോഹിതന്മാരെയും, ആ കാലത്തെ പ്രധാന പുരോഹിതനാണ് അന്നാസ് എന്ന് നമ്മൾ വിളിക്കുന്ന വ്യക്തി, പ്രധാന പുരോഹിതനെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും പ്രവചനങ്ങൾ പറയുകയും അല്ലെങ്കിൽ പ്രവചന ഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയൊക്കെ ചെയ്യുന്ന ആളുകളെ വിളിച്ച് കൂട്ടി അവരോട് ചോദിച്ചു. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ഒരു 40-ലധികം പ്രവചനങ്ങൾ കാണാം. യേശു എവിടെ ജനിക്കും, യേശുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ ആയിരിക്കും, യേശു എന്തെല്ലാം പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചിട്ടെല്ലാം യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, എവിടെയാണ് ക്രിസ്തു ജനിക്കുന്നതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പ്രവചനങ്ങളിൽ യേശു ഏത് ദേശത്താണ് ജനിക്കുക, എപ്പോഴാണ് ജനിക്കുക എന്നതിനെക്കുറിച്ചുള്ള സുവിശേഷം എടുത്തുകൊണ്ട്, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് ചോദിക്കുന്നു. അവൻ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞ വഴിക്ക് നിയമജ്ഞരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, യൂദയ പ്രവിശ്യയിലെ ബെത്ലഹേം എന്ന സ്ഥലത്താണ് യേശു ജനിക്കുക എന്ന് പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ചും യേശുവിൻ്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ചും യേശു എങ്ങനെ മരിക്കുന്നൊക്കെ നേരത്തെ തന്നെ 700 വർഷം മുൻപ് തന്നെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ
യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് തുടങ്ങിയ പ്രവചനങ്ങളെ മുഴുവൻ നിൽക്കുകയാണ്. അപ്പോൾ ആര് പ്രസവിക്കും, എവിടെ പ്രസവിക്കും, എങ്ങനെ വളരും എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായ പ്രവചനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രവചനങ്ങളൊക്കെ കൂടെ കണക്കാക്കുന്ന സമയത്ത് 150ഓളം യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു യൂദയായിലെ ബത്ലഹേമിൽ പ്രവാചകൻ എഴുതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രവചനം മാത്രം പറയണം 6ാമത്തെ വാക്യത്തിൽ. യൂദയായിലെ ബത്ലഹേമിൽ നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ പല പ്രവചനങ്ങളുണ്ടെങ്കിലും എവിടെ ജനിക്കുമെന്നതിനെ കുറിച്ചുള്ള പ്രവചനം മാത്രം എഴുതിക്കാനില്ല. യൂദയായിലെ ബത്ലഹേമേ, യൂദാ പ്രവിശ്യയിലെ ബത്ലഹേമേ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. അപ്പോൾ ബത്ലഹേം ഒരു ചെറിയ നഗരമാണ്. അതിനേക്കാൾ വലിയ നഗരങ്ങൾ യൂദാ പ്രവിശ്യയിൽ ഉണ്ട്. പക്ഷെ പറയാണ് യൂദായിലെ പ്രമുഖ നഗരങ്ങളേക്കാൾ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അതുകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അല്ലെങ്കിൽ യേശു ജനിക്കുക, മിശിഹ ജനിക്കുക ജെറുസലേമിലാണ് എന്ന് സ്ഥലത്തെക്കുറിച്ചുള്ള പ്രവചനം പറയുന്നു. അപ്പോൾ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായ ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. ഇത്രയും പറഞ്ഞ സമയത്ത് നമ്മൾ വായിക്കുന്നു, ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് ഈ 3 ആളുകളെ ബെൽത്താസർ, കാസ്പർ, മെൽക്യോർ എന്നിവരെ വിളിക്കുകയും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി വളരെ കൃത്യമായിട്ട് ആകാംക്ഷയോടെ അന്വേഷിച്ച് അറിഞ്ഞു. ആ സൂക്ഷ്മമായ ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് എന്നാണ് ജനിച്ചത്, ഈ കുഞ്ഞിന് ഇപ്പോൾ എത്ര വയസ്സായി കാണും എന്നറിയാൻ വേണ്ടിയാണ് എപ്പോൾ ജനിച്ചു, എവിടെ ജനിച്ചു എന്നൊക്കെ ആകാംക്ഷയോടുകൂടി അന്വേഷിച്ച് അറിഞ്ഞു. നമ്മുടെ ഒരു ചെറിയൊരു പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ, മുതിർന്നവർക്ക് ഒരുപക്ഷെ കാണുമായിരിക്കും. ക്രിസ്മസിന് നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് 13ാം പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെരുന്നാൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ദനഹാ തിരുനാൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പിടികുത്തി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് മെഴുതിരിയൊക്കെ എത്തിച്ചിട്ടുണ്ട്. തിരുനാൾ പലപ്പോഴും ദേവാലയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇരിഞ്ഞാലക്കുട പോലുള്ള സ്ഥലങ്ങളിൽ ഈ പിടികുത്തി പെരുന്നാളൊക്കെ വളരെ ആഘോഷമായിട്ട് നടക്കുകയും ചെയ്യും. പക്ഷെ പലരും ചോദിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ് ഈ 13ാം തിരുനാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും യേശുവിനെ കാണാൻ വേണ്ടി 3 രാജാക്കന്മാർ വന്നു, അതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ രാജാക്കന്മാർക്ക് കണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് വെള്ളിമ വെള്ളിയൊക്കെ കത്തിച്ച് വെച്ച് വെളിച്ചം തെളിയിക്കുന്നത് എന്നൊക്കെ പറയുന്ന പല വ്യാഖ്യാനങ്ങളുണ്ട്. അത്യന്ത മൂലമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഹെരോദോസ് ആകാംക്ഷയോടെ ചോദിച്ചറിയാണ് എപ്പോഴാണ് ഈ നക്ഷത്രം കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഒന്ന്, ഈ കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം എത്ര പ്രായമായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. തിരുനാൾ ആഘോഷിക്കുന്ന 13ാമത്തെ ദിവസമാണെങ്കിലും കുറച്ച് പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം. ഇന്നത്തെ പേർഷ്യ അല്ലെങ്കിൽ പേർഷ്യയുടെ തലസ്ഥാന നഗരമായ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് 2000 വർഷം മുൻപ് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ശരിയായ വിധത്തിൽ റോഡുകളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4500 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ ഇന്നത്തെ പോലെ പാലങ്ങളില്ല. അപ്പോൾ പുഴയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം, ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലം നോക്കിയിട്ട് വേണം അത് കടക്കാനായിട്ട്. മരുഭൂമിയുണ്ട്, അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളുണ്ട്, മലമ്പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ കടന്നിട്ട് വേണം പോകാനായിട്ട്. സാധാരണഗതിയിൽ ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഒരു ദിവസം രാവിലെ 10 കിലോമീറ്റർ നടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഒരു 10 കിലോമീറ്റർ നടന്ന് പിന്നീട് വിശ്രമിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷം സൂര്യൻ്റെ വെയിലൊക്കെ മങ്ങിയ സമയത്ത് ഒരു 10 കിലോമീറ്ററോളം വീണ്ടും നടക്കുന്നു. അതായത് ഏകദേശം 20 കിലോമീറ്ററാണ് ഒരു ദിവസം ഇവർ നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് പോകുന്നത്. 2000 വർഷം മുമ്പുള്ള കാര്യമാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ആ സമയത്ത് വഴിയിൽ ലോഡ്ജുകളോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാനുള്ള ഹോട്ടലുകളോ അത്തരം സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ല. അതുകൊണ്ട് യാത്ര പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ഈ യാത്രയ്ക്ക് പോകുമ്പോൾ ഏകദേശം 4500 കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ സഞ്ചരിക്കണം. വിമാനമോ അല്ലെങ്കിൽ കാറുകളോ മറ്റ് യന്ത്ര സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് നടക്കുകയോ മൃഗങ്ങളെ ആശ്രയിക്കുന്ന സമയത്താണ് പോകുന്നത്. ഒരു ദിവസം 20 കിലോമീറ്ററാണ് നടക്കുന്നതെങ്കിൽ 4500 കിലോമീറ്റർ നടന്ന് എത്തണമെങ്കിൽ ഏകദേശം 225 ദിവസം നടന്നാലാണ് ഇത് എത്തുള്ളൂ. അത് ഒരുപക്ഷെ അതിലും കൂടുതലാവാം.
മാത്രമല്ല നടക്കുമ്പോൾ അന്ന് തൊട്ടുള്ള ആചാരം 6 ദിവസം നടന്നു കഴിഞ്ഞാൽ 7-ാം ദിവസം വിശ്രമിക്കുക എന്നുള്ളതാണ് സൊറാസ്ട്രിയൻ മതം എന്നൊക്കെ പറയുന്ന പേർഷ്യയിലുള്ള ആളുകളുടെ അന്നത്തെ ഒരു വിശ്വാസം. അപ്പോൾ 6 ദിവസം നടന്നു കഴിഞ്ഞാൽ 7-ാം ദിവസം വിശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ നടപ്പ് ഏകദേശം 9 മാസം നടന്നാലാണ് എത്തുക. 9 മാസത്തെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മരുഭൂമിയിലൂടെ നടക്കണമെങ്കിൽ യാത്രയാണെങ്കിൽ ഒട്ടകങ്ങളുടെ സഹായം വേണം. മലമ്പ്രദേശത്തൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴുതകൾ ചുമട് വെക്കാൻ വേണം. കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റിയ സമതലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കുതിരകളുടെ സഹായം വേണം. അപ്പോൾ കഴുതകളും കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു സന്നാഹത്തോടു കൂടിയാണ് ആളുകൾ മുന്നോട്ട് നടക്കുന്നത്. ആ നടന്നു പോകുന്ന സമയത്ത് ഇവർക്ക് ഇനി സ്വാഭാവികമായിട്ടും ഈ ഒട്ടകത്തെ മേയ്ക്കുന്ന ആളുകൾ വേണം, കഴുതകളെ മേയ്ക്കുന്ന ആളുകൾ വേണം, ഒട്ടകത്തെ മേയ്ക്കുന്ന ആളുകൾ വേണം, ഈ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം വേണം, സ്വാഭാവികമായിട്ട് ഇവരെ പരിചരിക്കുന്ന വ്യക്തികളുണ്ടാവണം. പിന്നെ മറ്റൊരു കൊള്ളക്കാരോ അല്ലെങ്കിൽ ശത്രു രാജ്യത്തു നിന്നുള്ള ആളുകളോ ഇവരെ ആക്രമിക്കുകയാണെങ്കിൽ അത് തടയാനായിട്ട് ഒരു സൈനികമായ സംരക്ഷണം വേണം. കാരണം ഇവർ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടാണ് ഇവർ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വ്യൂഹം ആളുകളാണ് പോകുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും ഈ പേർഷ്യയിലെ അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലവും സൈനിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, 300ഓളം ആളുകളുടെ ഒരു സൈന്യത്തെ കൊണ്ട്, ഒരു പേഴ്സണൽ ആർമിയെ കൊണ്ടാണ് ഈ ആളുകൾ പോകുന്നത്. അപ്പോൾ 300ഓളം സൈനികരെ ഈ മൃഗങ്ങളെ പരിചരിക്കുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഏകദേശം ഒരു 100-120 ആള്. ഇതിന് പുറമെ ഈ 3 ജ്ഞാനികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആളല്ല പോകുന്നത്, ഏകദേശം ഒരു 10-450ഓളം ആളുകളാണ് മുന്നോട്ട് പോകുന്നത്. അവരെ ഈ 9 മാസത്തെ ഭക്ഷണം കഴിക്കാനുള്ള വസ്തുവകളൊക്കെ കൊണ്ട് പാചകം ചെയ്യാനും മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 9 മാസം കൊണ്ടാണ് നടന്നെത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഹെറോദോസ് വളരെ ആകാംക്ഷയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഇത് അന്വേഷിച്ച് അറിഞ്ഞത്. അതായത് ഈ കുട്ടിക്ക് എത്ര പ്രായമുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇവരെന്ന് യാത്ര പുറപ്പെട്ടു, ഇപ്പോൾ എത്ര ദിവസമായി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ പ്രായം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം തിരിച്ച് ഇത് ചോദിക്കുന്നത്. അവരെ ബത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിക്കേണ്ടത്, ഇവർക്ക് ഒരു തെറ്റുപറ്റി നക്ഷത്രത്തെ കണ്ടാണ് പോകുന്നതെങ്കിലും കുട്ടി ജനിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ തലസ്ഥാന നഗരം ജെറുസലേം ആയതുകൊണ്ട് ജെറുസലേമിൽ കുഞ്ഞ് ജനിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഹെറോദോസിൻ്റെ അരമനയിലെത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹെറോദോസ് പറയും, ഇവിടെയല്ല ബത്ലഹേമിലേക്ക് തിരിച്ചു വിടുന്നു. ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഇപ്പോഴത്തെ റോഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് കാണുമായിരുന്നു. ചുണ്ടു പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക, അവനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കേണ്ടത് എന്നെയും അറിയിക്കുക. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യമാണ്, നിങ്ങൾ പോയി ഈ കുട്ടിയെ കണ്ടെത്തുക, ആ കണ്ടെത്തിയതിന് ശേഷം എന്നെ അറിയിക്കുക, ഞാനും പോയിട്ട് ഈ കുഞ്ഞിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതായത് ചക്രവർത്തിയാണെന്ന് പറഞ്ഞ് ജെറുസലേമിൽ ഭരണം നടത്തുന്ന വ്യക്തി പറയാണ്, രാജാവായി ജനിച്ചവനെ ഞാനും പോയി ആരാധിക്കാൻ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആരാധിക്കാൻ തയ്യാറാണ്, എന്നെ അറിയിക്കാൻ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. ഈ നിർദ്ദേശം കേട്ട് അവർ യാത്ര പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, പണ്ട് കാലത്തൊക്കെ ചോദിച്ച് പോകാന്നുള്ളതാണ് നമ്മുടെ പോളിസി. കുറേ കഴിഞ്ഞപ്പോൾ സൈൻ ബോർഡുകൾ നോക്കി പോകാന്നുള്ളതാണ് നമ്മുടെ പോളിസി. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് എത്ര പരിചയമുള്ള സ്ഥലമാണെങ്കിലും ആളുകൾ ചോദിക്കും, അതിൻ്റെ ഗൂഗിൾ മാപ്പ് അയച്ചതാണ്. എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വണ്ടി കയറിയിരുന്നു, പിന്നെ ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ്, ചിലപ്പോൾ ഏതെങ്കിലും പൊട്ടക്കണത്തിൻ്റെ അവിടെയും വഴിയില്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തുകയും ചെയ്യും. ചില സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയൊക്കെ ചെയ്യും. പലപ്പോഴും ഒരു ബസ്സിലോ ഒക്കെയാണ് യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വഴി കാറോ ബൈക്കൊക്കെ പോകുന്ന വഴിയൊക്കെ ആയിരിക്കും കാണിച്ചു തരും. അവസാനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അതിൽ സ്ട്രക്കാവുകയും ചെയ്യും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ GPS നയിക്കുന്ന പോലെ ആ കാലഘട്ടങ്ങളിൽ നക്ഷത്രം അവരെ നയിക്കുന്നു. കിഴക്കണ്ട നക്ഷത്രം ഇറങ്ങുമ്പോൾ നീങ്ങുന്നത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. അവസാനം ഈ നക്ഷത്രത്തിൻ്റെ യാത്ര ഈ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നക്ഷത്രം കൃത്യമായിട്ട് തെളിയുകയും ആ നക്ഷത്രം ഒരു കൃത്യമായിട്ട് സ്ഥലത്ത് വന്ന് അതിൻ്റെ ഓട്ടം നിലയ്ക്കുകയും ചെയ്തപ്പോൾ സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു.
ഇതിൻ്റെ ബാക്കി കുറച്ച് വരികളും കൂടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങൾ ഈ വായിച്ച തിരുവചനങ്ങൾ, ആ തിരുവചനങ്ങളിൽ മുൻപ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന വ്യാഖ്യാനങ്ങൾ, പലപ്പോഴും സുവിശേഷം മനസ്സിലാണെങ്കിൽ വ്യാഖ്യാനങ്ങളിലൂടെയാണല്ലോ മനസ്സിലാവുന്നത്. ആ വ്യാഖ്യാനം കേൾക്കുവാൻ, വ്യാഖ്യാനം പങ്കുവയ്ക്കാൻ എന്നെ അനുവദിക്കുകയും കേൾക്കുവാൻ ദൈവജനത്തെ അനുവദിക്കുകയും ചെയ്തതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. സുവിശേഷം വായിക്കുവാനും പഠിക്കുവാനുമുള്ള വലിയ ഉത്സാഹം ദൈവജനത്തിന് നൽകുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.